കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ എന്നോടൊന്ന് കൂട്ടുകൂടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ കൂടാതെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ മിന്നുമോളെ വിടാനുള്ള തിരക്കിലാണ്. രാവിലെ ഞാൻ ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. സുബഹിയൊക്കെ നിസ്കരിച്ചതിന് ശേഷമായിരിക്കും കിച്ചണിലോട്ട് കയറുന്നത്. മോളെ സ്കൂളിൽ വിടേണ്ട ദിവസം നല്ല ജോലിയാണ് രാവിലെ എന്ന് പറയുന്നത് എൻ്റെ മോളാണ് കേട്ടോ. എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാനായിട്ട് വേണ്ടിയാണ്. പിന്നെ ഈ ഒരു ദോശമാവെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ദോശമാവും അപ്പത്തിൻ്റെ മാവും ഒക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും. അന്നേരം ഇന്നലെയും മിന്നു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നാളത്തേക്ക് സ്കൂളിലേക്ക് ഇഡ്ഡലിയും സാമ്പാറും വേണമെന്ന്. മിന്നുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഇഡ്ഡലിയും സാമ്പാറും. അതുണ്ടാക്കിയാൽ മിന്നുവിന് 3 നേരം അത് തന്നെ മതി കേട്ടോ. എനിക്ക് പക്ഷേ ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും കൂടെ വേണം. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. മിന്നുവിന് സാമ്പാർ ഉണ്ടാക്കുമെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് തേങ്ങാ ചമ്മന്തിയൊക്കെ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ദേ സാമ്പാർ എന്ന് പറയുന്ന വലിയ ആഡംബരമായിട്ടുള്ള സാമ്പാറൊന്നുമല്ല കേട്ടോ. കുറച്ച് കിഴങ്ങും ചേനയും സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് വെക്കുന്നത്. ഇവിടെ ഒരുപാട് വെജിറ്റബിൾ ചേർക്കുന്നത് മിന്നുവിനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയറും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞു വെച്ചു. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. പിന്നെ ഞാൻ ഈ സാമ്പാറിനകത്തിൽ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. വേറെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർത്തല്ല വെക്കുന്നത്. സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കുറച്ച് പിഴിപുള്ളിയും കൂടെയൊക്കെ ചേർത്തിട്ടാണ് സാമ്പാർ വെക്കുന്നത്. പിന്നെ കുറച്ച് തുവരപ്പരിപ്പും കൂടി ചേർക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള തക്കാളിയും പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഒരു സിമ്പിൾ സാമ്പാറാണ് ഇവിടെ വെക്കുന്നത്. അതുമല്ല കുറേ പച്ചക്കറികളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ മിന്നും കഴിക്കത്തില്ല, ഞാനും കഴിക്കത്തില്ല. അതങ്ങ് വേസ്റ്റായി പോവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട, കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാനിവിടെ ഉണ്ടാക്കത്തുള്ളൂ. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വേസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഈ സാമ്പാർ വെക്കുന്ന ദിവസമേ അന്നത്തെ ദിവസം ഈ ഒരു കറിയും കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. 3 നേരം പിന്നെ സാമ്പാറായിരിക്കും ചോറിൻ്റെ കൂടെയും രാവിലത്തെ പലഹാരത്തിൻ്റെ കൂടെയും. പിന്നെ വൈകിട്ട് പലഹാരമാണെങ്കിൽ സാമ്പാറുണ്ടെങ്കിൽ വൈകിട്ടും ദോശയോ ഇഡ്ഡലിയൊക്കെ ആയിരിക്കും കേട്ടോ. മിന്നുവിന് അത് മതിയേ. സാമ്പാർ എന്ന് പറയുന്നത് മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണ്. ദോശയെന്നോ ഇഡ്ഡലിയെന്നോ കേൾക്കുമ്പോഴേ മിന്നു പറയും എനിക്ക് തേങ്ങാ ചമ്മന്തി വേണ്ട, അത് ഉമ്മി കഴിച്ചോ, എനിക്ക് സാമ്പാർ മതിയെന്ന്. അങ്ങനെ ഈ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അങ്ങ് അരിഞ്ഞെടുത്ത് ഈ ചേന അരിയുമ്പോഴേ കൈയൊക്കെ ചൊറിയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും അലർജിയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു ആ ചേന അരിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ അതേ പച്ചക്കറികളെല്ലാം ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തേ. പിന്നെ അതേ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പിഴിപുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മിനുവിന് കുറച്ച് പുളി വേണം സാമ്പാറിന് കേട്ടോ. അന്നേരം ഞാൻ തക്കാളി മാത്രമല്ല കുറച്ച് പിഴിപുളിയും കൂടെ ആഡ് ചെയ്യും. പിന്നെ ഇത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടുള്ള ഇഡ്ഡലി തട്ടിനകത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇഡ്ഡലി മാവെല്ലാം കോരി ഒഴിച്ച് അതും അങ്ങ് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ച് പെട്ടെന്ന് ജോലി തീർത്താലേ മിന്നുവിന് ഒരു 8 മണിക്ക് മുമ്പേ ബസ് വരും കേട്ടോ. അതിന് മുമ്പേ ഇതെല്ലാം ചെയ്ത് തീർക്കുകയും കൂടെ ചെയ്യണം. എനിക്ക് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരമൊക്കെ മാറിയിരിക്കാമല്ലോ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട്. പെട്ടെന്ന് ഈ ഇഡ്ഡലിയൊക്കെ അടുപ്പിലാക്കിയിട്ട് മിന്നുവിൻ്റെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും പിന്നെ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലും ഒക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് നേരത്തെ എടുത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പം നമുക്ക് വെപ്രാളം പിടിക്കേണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ കിടന്ന് നോക്കേണ്ടി വരും, സ്നാക്സ് ബോക്സ് എവിടെയാണെന്ന് നോക്കേണ്ടി വരും. ആകെ ഒരു ബഹളമായിരിക്കും. ആ സമയം കൊണ്ട് സാമ്പാറൊക്കെ അങ്ങ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ സാമ്പാർ താളിക്കാനുള്ള കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുക് ഉലുവായും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ആ കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് ആ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ മിന്നുവിനുള്ള സാമ്പാറെല്ലാം ഒരു കുഞ്ഞു കുഴിയെല്ലാം ആക്കി വെക്കുന്നുണ്ട് ആറാൻ വേണ്ടി. പിന്നെ അപ്പോഴത്തേക്കിന് ഇഡ്ഡലിയും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഒന്ന് ആറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തട്ടിലധികം അങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. പിന്നെ മിനിമോക്ക് ദേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഞാനങ്ങ് ലഞ്ച് ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ഇഡ്ഡലിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആളിന് ഇഷ്ടമല്ല കേട്ടോ 3 എണ്ണം കൊണ്ടുപോകുന്നത്, 2 എണ്ണമാണ് കണക്ക്. പക്ഷേ മിന്നു അറിയാതെ ഞാൻ 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് കഴിക്കാനുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ പാത്രത്തിലാക്കി മാറ്റി വെച്ച്
പിന്നെ മീനെല്ലാം വെട്ടിക്കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമെല്ലാം ഒന്ന് എടുത്ത് പുറത്ത് വെച്ചു. ആ സമയം കൊണ്ട് മിന്നുമോളെല്ലാം എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മിന്നുമോളെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോയതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ബസ് ഇപ്പം കുറച്ച് അങ്ങോട്ട് മാറിയാണേ വരുന്നത്. അപ്പോൾ ബസ്സെല്ലാം കയറ്റി വിട്ടതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് കയറി കേട്ടോ. പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേറെ ഒരു പാത്രത്തിലോട്ടാക്കി കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണെല്ലാം അങ്ങ് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ട് ഉച്ചക്കലത്തേക്കുള്ള ചോറൊക്കെ അങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ ദേ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് അരി അടുപ്പെല്ലാം ആക്കിയാൽ മതിയല്ലോ. അങ്ങനെ ദേ ഗ്യാസ് സ്റ്റവ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവൊക്കെ വീണ് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അരിയെല്ലാം കഴുകി അങ്ങോട്ട് വെള്ളം തിളച്ചപ്പോഴത്തേക്കിന് അത് വിട്ടുകൊടുത്ത് അത് അങ്ങ് മാറ്റി വെച്ചു. അതവിടെ കിടന്ന് അങ്ങ് തിളച്ച് വെന്തോളും. പിന്നെ ദേ ഇന്നലെ തന്നെ പാവയ്ക്ക എല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുമെല്ലാം ഒന്ന് മെഴുക്ക് വരട്ടാമെന്ന് വെച്ചു. എനിക്കിവിടെ പാവയ്ക്ക മെഴുക്ക് വരട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിന്നുമോൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ പാവയ്ക്കെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർക്കത്തില്ല, കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ഇതാക്കും. പിന്നെ ദേ കുറച്ച് കറിവേപ്പില അങ്ങ് പൊട്ടിക്കാമെന്ന് വെച്ചു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഞാനിതെല്ലാം വെച്ച് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് എന്താവശ്യം വന്നാലും കറിവേപ്പിലയുടെ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ദേ മുറ്റത്തോട്ട് ഓടി അങ്ങ് ഇറങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ദേ അതെല്ലാം ഒന്ന് റെഡിയാക്കി കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ ഹോളിലോട്ടാണ് നേരെ പോയത്. കർട്ടനെല്ലാം ഒന്ന് മാറ്റി ഇട്ട് കൊടുത്ത് ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. കിച്ചണിലെ ജോലിയെല്ലാം ഏകദേശം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. പിന്നെ വലിയ അലമ്പായിട്ടൊന്നും കിടപ്പില്ലെങ്കിൽ തന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സന്തോഷം കിട്ടത്തില്ല കേട്ടോ. പിന്നെ മിന്നുമോടെ പാവയും ബുക്കും എല്ലാം മിന്നുമോൾ അവിടെ ഇട്ടിട്ടാണ് പോയത്. അതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വെച്ചു. നമ്മളിങ്ങനെ തുടച്ചില്ലെങ്കിലും ഇങ്ങനെ തൂത്തൊന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. തുടച്ചത് കൂട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഡെയിലി ഒന്ന് തൂത്ത് വാരിയാൽ തന്നെ നമ്മുടെ വീടങ്ങ് വൃത്തിയായിക്കോളും. ദിവസം ഒന്നും തുടയ്ക്കൊന്നും വേണമെന്നില്ലടോ. ഇങ്ങനെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചോറെല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കിന് റൈസ് കുക്കറിലോട്ട് അങ്ങ് ആക്കി വെച്ച് പിന്നെ ബാക്കി വന്ന സാമ്പാറും എല്ലാം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കബോർഡിനകത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി എവിടെയാണ് വെക്കാറുള്ളതെന്ന്. ഞാൻ കബോർഡിനകത്തിലാണ് വെക്കുന്നത്. നനഞ്ഞ് മടുത്ത് വെക്കത്തില്ല. അതെല്ലാം ഒന്ന് തോന്നിയതിന് ശേഷം മാത്രമേ ഞാൻ കിച്ചണിൻ്റെ കബോർഡിനകത്ത് വെക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഈ നനഞ്ഞ പടുതി വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സെക്കൻഡ് കിച്ചണും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരു പാത്രം അഴുക്കായി കിടന്നാൽ പോലും ഞാനത് പെട്ടെന്ന് കഴുകി വെക്കും കേട്ടോ. എനിക്കങ്ങനെ കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങൾ അലമ്പ് പിടിച്ച് ഇട്ടേക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ മീൻ കറി വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ തണുപ്പ് ഇതേവരെ മാറിയിട്ടില്ല കേട്ടോ. നല്ല ഐസായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി എൻ്റെ ചെടികളുടെ ഇടുക്കിയിൽ എനിക്ക് രാവിലെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചെടികളുടെ ഇടുക്കിയിൽ നിൽക്കുമ്പോഴാണ് ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മയാണ് കേട്ടോ. ഈ ചെടിച്ചട്ടികളെല്ലാം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. 500 രൂപ അടിച്ചപ്പം 10 ചെടിച്ചട്ടികളും 2 ചാക്ക് വളവും പിന്നെ പച്ചക്കറി തൈകളും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബറാബ ചെടിയിലാണെങ്കിൽ കുറച്ച് ബറാബ ഫ്രൂട്ട് നിൽക്കുന്ന കണ്ടു. അതും അങ്ങ് കൈയോടങ്ങ് പിച്ചിയെടുത്തേ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോടൊന്ന് കൂട്ടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ.